കൊക്കോ സോഷ്യൽസ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഇവന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ആക്ച്വലി ഒരു പാർട്ടിയാണ്, ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റ് ആണ്. നമ്മളൊരു പുതിയ ഒരു പുറത്തെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിലാണ് നമ്മൾ യൂഷ്വലി നടത്താറ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. സോ ഒന്നെങ്കിൽ സ്പേസ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കമ്പനികളുടെ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇൻഫോർമലി ചിലപ്പോൾ ഒരു ഡ്രിങ്കിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒരു ഗെറ്റ് ടുഗദറിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഐ ഡോണ്ട് നോ. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും ഒരു 3 months കൂടുമ്പോഴും നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാറുണ്ട്. സോ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും കളക്റ്റീവ് കോവർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്ന കാക്കനാട് ഓഫീസിലാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റ് എവിടെയെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്രോജക്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, നമ്മുടെ ഈ വർഷം തന്നെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അറൗണ്ട് ഒരു 15,000 സ്ക്വയർ ഫീറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് അറൗണ്ട് ഡിസംബർ. ആ ടൈമിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അത് ശരി, ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അപ്പം അതുപോലെ റിക്വയർമെന്റ്സ് ഉണ്ട് ഇൻഫോ പാർക്ക് ഏരിയയിൽ, എസ്പെഷ്യലി ബിക്കോസ് ആ ഒരു ഹോൾ ലോട്ട് ഓഫ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. ടയർ 1 സിറ്റീസിൽ നിന്ന് ടയർ 2 സിറ്റീസ് ലൈക്ക് കൊച്ചിനിലോട്ട് ആൾക്കാർ മാറുന്നതിന്റെ ആ ഒരു ഇനിഷ്യലി അതൊരു ചലഞ്ച് അല്ലായിരുന്നു? ലൈക്ക് ഇതുപോലെ ഒരുപാട് ഓഫീസ് സ്പേസസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉള്ള ഇൻഫോ പാർക്ക് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അതൊരു ഹ്യൂജ് ചലഞ്ച് അല്ലായിരുന്നു? അപ്പം ആ സമയത്ത് നമ്മൾ ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, നമുക്ക് സക്സസ് ആവുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ലൈക്ക് നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പം ഇപ്പം ഇൻഫോ പാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താണേലും ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഓൺ സ്പേസ് ആയിരിക്കും. പിന്നെ അത് സെസ് ഏരിയ ആണ്. സെസ് ഏരിയ എന്ന് പറയുമ്പോൾ സെസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെസ് ഇംപ്ലിക്കേഷൻസ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ അവിടെ സ്പേസ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നൂലാമാലകളുണ്ട് ഒരു സ്പേസ് അവിടെ എടുക്കണമെങ്കിൽ തന്നെ. ആൻഡ് ഒരു ഹ്യൂജ് ലൈനപ്പ്, ഒരു വെയിറ്റിംഗ് ക്യൂ ഉണ്ട്. ആ ക്യൂ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്താണേലും അവിടെ സ്പേസ് കിട്ടുള്ളൂ. സോ ഇൻഫോ പാർക്ക് ഏരിയയുടെ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിയർ ഇൻഫോ പാർക്ക് ആണ്, ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് ആണ്, അഡ്ജസ്റ്റന്റ് ടു സ്മാർട്ട് സിറ്റി ആണ്. നമ്മുടെ ഒരു വാൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സിറ്റിയാണ്. സോ ആ വാളുമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി. അതുപോലെ സോ ഇപ്പോൾ നിങ്ങളൊരു സിംഗിൾ കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ഓൺ സ്പേസിൽ ഇരിക്കുന്നതിനേക്കാളും അഡ്വാൻറ്റേജ് എപ്പോഴും മൾട്ടിപ്പിൾ കമ്പനീസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, ബിസിനസ് പരമായിട്ടും പേഴ്സണലായിട്ടും. എസ്പെഷ്യലി നമ്മുടെ ക്ലയൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്ലയൻസ് ആണ് കൂടുതലുള്ളത്. സ്റ്റാർട്ടപ്സ് ആണെങ്കിലും പ്രീമിയം സ്റ്റാർട്ടപ്സ് ആണ്. പിന്നെ EY പോലത്തെ കമ്പനികളുണ്ട്, നമ്മളിവിടെ സ്പേസ് എടുത്തിട്ടുണ്ട്. ഓയോ, EY. അപ്പോൾ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള കമ്പനീസുമായിട്ടും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ സ്പേസിലായിരിക്കും. അപ്പം കുറേ ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ വരും. അപ്പം അൺടിൽ ആൻഡ് അൺലെസ് ഒരു 120 അല്ലെങ്കിൽ 300 സീറ്റ്സ് നോക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നിടം വരെ കോവർക്കിംഗ് സ്പേസസ് അല്ലെങ്കിൽ മാനേജ്ഡ് ഓഫീസ് സ്പേസസ് കോൺസെപ്റ്റ് ആണ് നല്ലത്. ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒരു ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അല്ലേ? എനിക്ക് തോന്നുന്നു അന്ന് ഈ തുടങ്ങിയ സമയത്ത് അധികം ഇതുപോലെ വെഞ്ചേഴ്സ് ഇല്ല അല്ലേ? ഇല്ല. ഇപ്പം ആക്ച്വലി അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി നമുക്ക് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പല പ്രഷേഴ്സും പല ചലഞ്ചസും ഇഷ്യൂസും ഡിഫിക്കൽട്ട് ടാസ്കും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും കമ്പനീസ് നിങ്ങൾ ഓൺ റൂഫിൽ അല്ലേ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു കോൺസെപ്റ്റ്. സോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ടീം എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ഫുൾ ടൈം നമ്മുടെ സ്പേസിൽ തന്നെ ഉണ്ടാവും. യൂഷ്വലി ഒരു കോവർക്കിംഗ് സ്പേസിൽ ചിലപ്പോൾ ഒരു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 5 പേരുള്ള ഒരു ടീമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു സെയിം പ്രശ്നങ്ങളും ഇഷ്യൂസും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരത് ഹാൻഡിൽ ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓണേഴ്സ് തന്നെ എപ്പോഴും ഫുൾ ടൈം നമ്മുടെ ഫെസിലിറ്റിയിൽ അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് തന്നെ വേണമെങ്കിൽ നമ്മളോട് വന്ന് സംസാരിക്കാം. ക്ലയൻസ് നമ്മളോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കാം. ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വൈസ് ആയിട്ടായാലും ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്യും. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു
ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ശരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ത്രൂ തന്നെയാണോ? അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കാനൊക്കെ നമുക്ക് HR ആണോ അല്ലെങ്കിൽ ആരാണ് അത് ശരിക്കും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ? നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഗ്രൂപ്പ് ഉണ്ട്. സോ സെയിൽസ് ടീം നമ്മൾ അതിനെ എന്ത് ലീഡ്സ് വന്നാലും നമ്മളത് മാക്സിമം നമ്മളത് കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ ഈ ഓൺലൈൻ ത്രൂ ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബൈ വേർഡ് ഇവിടെ യൂസ് ചെയ്തവർ അത്രയും നമ്മളെ വൗച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്യും, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്. പിന്നെ ത്രൂ ഇപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ക്ലയൻസ് തന്നെ ചിലപ്പം എക്സ്പാൻഷൻ പറയാറുണ്ട്. അതായത് ഇപ്പോൾ 15 സീറ്റ് എടുത്തവർ ചിലപ്പം അടുത്ത ഒരു 2 മാസത്തേക്ക് ഇനിയിപ്പോൾ ഒരു 30 സീറ്റ് വേണമെന്ന് പറയും. അപ്പം അതൊക്കെ ഒരു ടെക്നിക്സ് ആണ്. തുടങ്ങിയതിന് ശേഷം നമുക്കൊരു വലിയൊരു ക്രൈസിസ് നമുക്ക് ഫേസ് ചെയ്ത ഒരു അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ വലിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തത്? ഞങ്ങൾ ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്തത് കോവിഡിന്റെ സമയത്താണ്. ഐ മീൻ 21 എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാരെല്ലാവരും ഫുള്ളി ഓഫീസിലോട്ട് വരാനും വന്നിട്ടില്ല. സെക്കൻഡ് വേവ് വരുന്ന സമയമായിരുന്നു. സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ഇത് പിന്നെയും ഒന്ന് ഡിലേ ചെയ്യേണ്ടി വന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഫുള്ള് നമ്മൾ വീണ്ടും ആ ഒരു ഫുൾ പ്രോട്ടോകോൾ എല്ലാവരും ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ടി വന്നു. ലൈക്ക് ഫ്യൂമിഗേഷൻ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യേണ്ടി വന്നു. അതൊക്കെയായിരുന്നു നമുക്ക് മെയിൻലി വരുന്നത്. പിന്നെ ഡേ ടു ഡേ എന്താണേലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താണേലും ഉണ്ടാവും. ഇന്റർനെറ്റിന് ചെറിയ സ്പീഡ് കുറവോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ റെക്ടിഫൈ ചെയ്യാറുണ്ട്. ആ ഒരു ക്രൈസിസിന്റെ പോയിന്റ് ഓഫ് ടൈമിൽ ചിന്തിച്ചായിരുന്നോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് ചെയ്തത് ശരിയാവുമോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെ ഒരു തോട്ട് വന്നിരുന്നു എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ലിവറേജ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പം അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സോ ബേസിക്കലി ആ ഒരു അറിയില്ലായിരുന്നു. അത് ശരി. ഒബ്വിയസ്ലി പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് മാർക്കറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് ഏറ്റവും പാട്. നമുക്ക് മലയാളികൾക്ക് പെട്ടെന്നൊരു ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ മലയാളികൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ മലയാളികൾ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും. സോ ഐ തിങ്ക് ആ ഒരു ടൈം ഫ്രെയിം നമുക്കുണ്ടായിരുന്നു. ഇനിഷ്യലി നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ലെവറേജ് നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വൈസ് ആയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു എപ്പോഴും റിസർവ് വെച്ചിരുന്നു. ഞാനൊരു വേറൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്ന അത്യാവശ്യം എന്താ പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉള്ള ഒരാളിന് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നും ഓക്കെ എനിക്കൊരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ട്, ഓക്കെ എന്നാൽ പിന്നെ വൈ നോട്ട് കൊക്കോയുടെ ഒരു മോഡലിൽ നമുക്കൊന്ന് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുകയല്ലോ ഒരു സ്റ്റാർട്ടപ്പ് നിൽക്കുന്ന ഒരാളിന്. അങ്ങനെയുള്ളവർക്ക് ഇത് എത്രത്തോളം ഈസി ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈവൻ എനിക്ക് പോലും തോന്നാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഓക്കെ ശരി നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തുകൂടെ. പക്ഷേ അത് എത്രത്തോളം വെല്ലുവിളികൾ, എത്രത്തോളം ചലഞ്ചസ് അതിൻ്റെ പുറകിലുണ്ട്? ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒരു നല്ലൊരു ആർക്കിടെക്റ്റും അത്യാവശ്യം കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്പേസ് ഡിസൈൻ ചെയ്തെടുക്കാം, കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. പക്ഷേ അത് ഡേ ടു ഡേ റൺ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് തലവരകളുണ്ട്. ഇപ്പം എൻ്റെ ഫെസിലിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ 300 ക്ലയൻസ് ഉണ്ട്. 300 ക്ലയൻസ് എന്ന് പറഞ്ഞാൽ 300 ഇൻഡിവിജ്വൽസ് ആണെന്ന് വിചാരിക്കുക. 300 ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. എല്ലാ ദിവസവും ഓഫീസിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആർ ഡെഫിനറ്റ്ലി ഡൈനാമിക്. ഇപ്പോൾ ഒരാളുടെ റിക്വയർമെന്റ് ആയിരിക്കില്ല മറ്റേയാളുടെ റിക്വയർമെന്റ്, ഒരാളുടെ പ്രശ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ മറ്റേയാളുടെ പ്രശ്നങ്ങൾ. അപ്പം ഓരോരുത്തരെയും പല സെക്ടേഴ്സ് ഓഫ് അല്ലേ ബിസിനസ് ആണ്. ഡെഫിനറ്റ്ലി യെസ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കോർപ്പറേറ്റ് ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഇപ്പം ഇൻക്ലൂഡിങ് നമ്മുടെ സ്പേസ് എടുക്കുന്നതിന് മുമ്പ് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ സമയത്ത് പോലും ഇപ്പോൾ സ്റ്റാർട്ടപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു MNC വരുമ്പോഴത്തേക്ക് അവരുടെ ചെക്ക് ലിസ്റ്റ് തന്നെ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പം അത് ഫുള്ള് നമ്മൾ നമ്മുടെ ആ ഒരു സ്പെസിഫിക്കേഷൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ സ്പേസ് എടുക്കുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി ഇത്ര സാധനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്ര റിപ്പോർട്ട്സ് നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കണം, അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ആൾക്കാരുടെ വെൽബീങ് ആണ് ഈ MNCs എല്ലാം ഏറ്റവും കൂടുതൽ മെയിൻലി നോക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മെയിൽ ത്രൂ വരും. അത് നമ്മൾ ഏറ്റവും മിനിമം ടൈമിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അവിടെയാണ് അതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രോബ്ലം സോൾവിങ് എഫിഷ്യൻസി അവിടെയാണ് കാര്യങ്ങൾ. ഡേ ടു ഡേ റണ്ണിങ്ങിലാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഒരു
സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ വണ്ടർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് ഒരു കമ്പനി തന്നെ നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് ഈ പറഞ്ഞ പോലെ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ് അല്ലേ, പല കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പല 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 ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അറ്റ് എ ടൈം നിങ്ങൾ ഇത്രയും കമ്പനീസ് ഇവിടെ റൺ ചെയ്തുകൊണ്ട് പോവുക, അതും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഹ്യൂജ് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി, ബട്ട് ദ ടീം ഇസ് ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. എന്നുവെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും ഇവിടുത്തെ ഓരോ കമ്പനിയിലെയും അവരുടെ എംപ്ലോയീസ് ആണെന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും ഹെൽപ്ഫുൾ ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് എവിടുന്നെങ്കിലും ഒരു ക്ലയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ടൈമിൽ ചെയ്തു കൊടുക്കുക. അതിലാണ് നമ്മുടെ ഒരു വിജയം എന്നിരിക്കുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവരിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി യെസ്. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ 2022 എവറിബഡി ന്യൂ കളക്റ്റീവ് കോവേഴ്സ് ബിക്കോസ് വി വർ ഡൂയിങ് ഇവൻറ്റ്സ് ആൻഡ് ഈ പറഞ്ഞ നമ്മുടെ ഈ കൊക്കോ സോഷ്യൽസ് നടത്തിയ ഒരു നെക്സ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ ഒരു 20 സീറ്റൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യലി ആ ഒരു കൊക്കോ പാർട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ നോട്ടിലാണ് നമ്മൾ ആ പാർട്ടി വെച്ചത്. ആ പാർട്ടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ അറൗണ്ട് 20 സീറ്റ്സ് നമ്മൾ സെല് ചെയ്തു. അപ്പം ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ്, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് അല്ല, എനിക്ക് തോന്നുന്നു സംതിങ് മോർ ദാൻ റെഗുലർ വർക്ക് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല, ബിക്കോസ് നമ്മുടെ USP തന്നെയാണ് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോംപ്ലക്സ് ആണിത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. സോ ബേസിക്കലി എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഇപ്പോൾ രാവിലെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് വാലേ സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പം വാലേ സർവീസ് എടുത്ത് വണ്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പേസിനകത്ത് തന്നെ നടക്കും. ബാങ്കിങ് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, നമ്മുടെ സലൂൺ ആയിക്കോട്ടെ, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ. സോ ഇതെല്ലാം ഈ ഒരു സ്പേസിൽ തന്നെ അവൈലബിൾ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇൻഫോ പാർക്കിൻ്റെ അഡ്രസ്സും ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് എന്നാണ് നമ്മുടെ അഡ്രസ്സ്.